ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിയും ഗോതമ്പും കൊണ്ടൊന്നല്ല, നല്ല സോഫ്റ്റ് പുട്ട്, അതിൻ്റെ കൂടെ കഴിക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല രുചിയുള്ള കടലക്കറി. ഒരു പ്രത്യേക സാധനം കൂടെ ഈ കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മണിച്ചോളം 3 കിലോ മണിച്ചോളം വാങ്ങി കഴുകി ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പുട്ടുപൊടിയുടെ പാകത്തിൽ തരിതരിയായി പൊടിച്ചെടുത്തതാണ്. ഈ പുട്ടുപൊടി കൊണ്ട് ദോശ, പുട്ട്, ഇഡ്ഡലി, കുറുക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. മണിച്ചോളത്തിൽ കാൽസ്യം, ഇരുമ്പ്, സിങ്ക്, സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പോഷകാഹാരമൊക്കെ പരിഹരിക്കാൻ ഈ മണിച്ചോളം കഴിച്ചാൽ മതി. ഇതിൽ ഗ്ലൂട്ടൻ തീരെ ഇല്ലാത്തതിനാൽ തൈറോയിഡ് ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ധാന്യമാണിത്. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് മണിച്ചോളം പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ചായി വെള്ളമൊഴിച്ച് പുട്ടുപൊടി കുഴക്കുന്ന പാകത്തിൽ കുഴച്ചെടുക്കണം. കുറച്ചായി വെള്ളമൊഴിച്ച് കുഴച്ചെടുത്താൽ മതി. പുട്ടുപൊടി നനക്കുന്ന പോലെ നനച്ച് കുഴച്ചെടുക്കണം. കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് പിടിച്ച് അത് പൊടിയാക്കുമ്പോൾ പൊടിഞ്ഞ് വരുന്ന ഭാഗത്തിൽ കുഴച്ചെടുക്കണം. ഈ പാകത്തിൽ കുഴച്ചെടുത്താൽ മതി. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള കയ്യിലിങ്ങനെ കുറച്ച് ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ചുട്ടെടുക്കുക. ഇനി ഒരു മിക്സി ജാറിലേക്ക് 2 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം, 3/4 ടീസ്പൂൺ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ കടലക്കറിയാണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഈ കുരുമുളക് ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് അരച്ച് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കടലക്കറി. ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ട് അരച്ചെടുക്കണം. ഇനി കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കടല വന്നിട്ടുണ്ട്. കുക്കറിൽ 3-4 വിസിൽ വന്ന് കടല വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ അരച്ച് വെച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി, കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ചേർത്ത് ഇളക്കി നല്ലപോലെ തിളച്ച് മസാലകളെല്ലാം വെന്ത് വരണം. പെട്ടെന്ന് എടുക്കാൻ പറ്റിയ കടലക്കറിയാണിത്. നല്ല രുചിയുള്ള കടലക്കറി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് താളിച്ചൊഴിക്കണം. താളിച്ചൊഴിക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് ചെറിയുള്ളി, ഒരു 5-10 ചെറിയുള്ളി ചെറുതായി മുറിച്ചതും, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, 4-5 വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും. ഇനി ഉള്ളി ഒന്ന് മൂത്ത് വരണം. ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിരിയമുളക് പൊടി 1/2 ടീസ്പൂണും വെജിറ്റബിൾ മസാലപ്പൊടി 3/4 ടീസ്പൂണും ചേർത്ത് പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ താളിച്ചൊഴിച്ചാൽ കറിക്ക് കൂടുതൽ ടേസ്റ്റാണ്. ഇനി പൊടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഈ പാകത്തിൽ പൊടി കിട്ടിയിട്ടുണ്ട്. പുട്ടുപൊടിയുടെ പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കുഴക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിന് കുറച്ച് വെള്ളം അധികം വേണം. അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ പാകത്തിന് റെഡിയായി കിട്ടും. ഇനി പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങയിട്ട് പൊടിയും ഇട്ട് 3-4 കഷ്ണങ്ങളാക്കി എടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കടലക്കറിയും നല്ല സോഫ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള പുട്ടുമാണ് തയ്യാറാക്കുന്നത്. ഇനി ഇത് കുക്കറിൻ്റെ മേലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. കുക്കറിൻ്റെ മേലെ വെച്ച് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പം വെന്ത് കിട്ടും. കടലക്കറി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ കുരുമുളക് അരച്ച് ചേർത്ത് വെജിറ്റബിൾ മസാലയും കൂടെ ചേർത്ത് കടലക്കറി ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നല്ല രുചിയുള്ള
കടലക്കറിയും സോഫ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള